ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ എന്തൊക്കെ ഫുഡ് കഴിച്ചെന്നും അതുപോലെ തന്നെ എൻ്റെ സ്കിൻ കെയറും ഹെയർ കെയറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നത്. രാവിലെ തന്നെ 2 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം കുടിക്കും. അത് പല്ലൊക്കെ തേച്ചതിന് ശേഷമാണ്. ഇതിങ്ങനെ ഈ വെള്ളം കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്ന് നല്ലപോലെ ആരോഗ്യത്തോടെ ഇരിക്കാനും ശരീരത്തിലെ കൊഴുപ്പ് ഉരുക്കി കളയാനും അതുപോലെ കിഡ്നി സ്റ്റോൺസ് അതൊക്കെ ഇല്ലാതാക്കാനൊക്കെ ഭയങ്കര നല്ലതാണ്. അതിനുശേഷം കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് മഞ്ഞൾപ്പൊടിയും തൈരും ഉലുവാപ്പൊടിയുമാണ് എടുക്കുന്നത്. ഉലുവാപ്പൊടി കുറച്ച് എമൗണ്ട് എടുത്താൽ മതി, കാരണം ഉലുവാപ്പൊടി ശകലം എടുക്കുമ്പോഴേക്കും കുതിരുമ്പോൾ അത് ഒരുപാടാകും. അതുകൊണ്ട് കുറച്ച് എടുത്താൽ മതി. ഈ ഒരു ടൈമിൽ നമ്മുടെ ഫേസിൽ നിറയെ പിമ്പിളും അതുപോലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പാടൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റാൻ ഇത് വളരെ നല്ലതാണ്. പിന്നെ കുളിക്കുമ്പോൾ ഡെയിലി എണ്ണ തേക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, തലയിൽ നല്ല തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് ഞാൻ ചെമ്പരത്തിപ്പൂവും തുളസിയും കറിവേപ്പിലയൊക്കെ ഇട്ട് കാച്ചിയ എണ്ണയാണ്. അതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ എണ്ണ ഞാൻ തലയോട്ടിയിൽ ഇങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ മുടിയൊക്കെ ഒരുപാട് പൊഴിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഓയിലൊക്കെ തേക്കുന്നത് വളരെ നല്ലതാണ്. ഓയിലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് നമ്മൾ മസാജ് കൊടുക്കണം. ഒരുപാട് ഹാർഡായിട്ട് കൊടുക്കണ്ട, ചെറുതായിട്ട്. അതിനുശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടല്ലോ, അത് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം, കുറച്ച് തിക്കായിട്ട് തന്നെ. എന്നിട്ട് ചെറുതായിട്ട് ആ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ തന്നെ ചെറുതായിട്ട് മസാജ് കൊടുക്കണം. ഈ ഒരു പായ്ക്ക് ഒരു 10-15 മിനിറ്റ് നമ്മുടെ ഫേസിൽ വെച്ചാൽ മതി. ഒരുപാട് ഡ്രൈ ആക്കാൻ നിൽക്കേണ്ട. പിന്നീട് നമുക്ക് ഓയിൽ നമ്മുടെ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാം. പ്രത്യേകിച്ച് നമ്മൾ ഈ വയറിൽ ഈ ഒരു ടൈമിൽ നമ്മൾ തേച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. വയറൊക്കെ വലിയാനൊക്കെ ചിലരൊക്കെ അതിന് കുഴമ്പുകളൊക്കെ തേക്കാറുണ്ട്. ഞാൻ തേക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇനി നമുക്ക് കുളിച്ചിട്ട് വരാം. കുളിച്ചൊക്കെ വന്നു കഴിഞ്ഞിട്ട് രാവിലത്തെ വെയിൽ കൊള്ളുന്നത് വളരെ നല്ലതാണ്. ഈ ടൈമിലെന്നല്ല, എല്ലാ ടൈമിലും രാവിലത്തെ വെയിൽ കൊള്ളുന്നത് നല്ലതാണ് വൈറ്റമിൻ ഡിക്ക് വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ടൈമിൽ കൊണ്ട് നമ്മുടെ കുട്ടിക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇങ്ങനെ ഭയങ്കര കിളികളുടെ സൗണ്ട്, ഈ ഒരു കുഞ്ഞു കിളിയാണ് ഈ ഇത്രയും സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പോകുന്നവളും ഉണ്ടല്ലോ, അവളും ഒരു പ്രഗ്നൻ്റ് ലേഡിയാണ്. പിന്നെ നമ്മുടെ രാവിലത്തെ ഫുഡെന്ന് പറഞ്ഞാൽ 1 ഗ്ലാസ് പാലും 1 മുട്ടയും ബദാമുമാണ്. പിന്നെ നട്ട്സൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഉപ്പുമാവും പഴവുമാണ്. ഓരോ ദിവസവും ഓരോ ടൈപ്പാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പഴവും ഉപ്പുമാവുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഷിയാസിഡ് ഇട്ട വെള്ളം കുടിച്ചു. പിന്നെ ഒരു കുറച്ച് 10-12 മണിയൊക്കെ ആയപ്പോഴേക്കും കട്ട് ഫ്രൂട്ട്സാണ് കഴിച്ചത്. കുറച്ച് പിയറും പിന്നെ ഓറഞ്ചും ഒക്കെ കഴിച്ചു. പിന്നെ ലഞ്ചിനുള്ള സമയമായി. ലഞ്ചിനായിട്ട് നല്ല മുട്ട പൊരിച്ചതും അതുപോലെ ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടിയും മീനച്ചാറും തൈരും ഒക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യങ്ങളുണ്ടായി, രസം എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ് രസം. അങ്ങനെ രസമൊക്കെ കൂട്ടി നന്നായിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ നമ്മൾ ലഞ്ചൊക്കെ കഴിക്കുമ്പോൾ അതിനകത്ത് തൈര് ഉൾപ്പെടുത്താൻ പ്രത്യേകം നമ്മൾ ശ്രമിക്കണം. തൈര് വളരെ നല്ലതാണ്. ഈ ടൈമിൽ നമ്മുടെ ചുണ്ടൊക്കെ പൊട്ടുമല്ലോ, അപ്പോൾ ചുണ്ടൊക്കെ പൊട്ടാതിരിക്കാനും പിന്നെ എല്ലാത്തിനും വേണ്ടിയിട്ട് തൈര് ഈ ഒരു ടൈമിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അത് ഡോക്ടർ പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു ഉറക്കമൊക്കെ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് എനിക്ക് നൊയമ്പ് കഞ്ഞി കൊണ്ടുതന്നു. ഇപ്പം നൊയമ്പ് ടൈമാണല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കഞ്ഞി. അപ്പോൾ അതൊക്കെ കുടിച്ചു. പിന്നെ നൈറ്റിലത്തെ ഫുഡാണ്, അതിന് വേണ്ടിയിട്ട് രസവും മെഴുക്കുവരട്ടിയും പിന്നെ മീനച്ചാറും തൈരും ഒക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. താങ്ക്